സംഭവിക്കുന്നത് മാന്യകാലത്തിന്റെ ആഘാതം. 2024 ഫെബ്രുവരിയിലക്കം 3-ാം വഴി എഡിറ്റോറിയൽ നോക്കാം. സഹകരണ മേഖലയിൽ പ്രതിസന്ധി കണ്ടു തുടങ്ങിയിട്ട് 4 വർഷമായി. പ്രളയാനന്തരം സംഭവിച്ച താൽക്കാലിക പ്രതിസന്ധി എന്ന നിലയിലാണ് ആദ്യം അതിനെ കണ്ടത്. പക്ഷെ ഓരോ വർഷം കഴിയുമ്പോഴും അതിന്റെ കാഠിന്യം കൂടി വന്നു. സംഘങ്ങൾ നഷ്ടത്തിലേക്ക് പോകുന്നതിന്റെ എണ്ണവും കൂടി. നിക്ഷേപം തിരിച്ചു നൽകാനാവാത്ത സഹകരണ സംഘങ്ങളും വർദ്ധിച്ചു വന്നു. ഇതെല്ലാം സഹകരണ മേഖലയുടെ എന്തോ പിടിപ്പുകേട് കൊണ്ടാണെന്ന പ്രചാരണത്തിനാണ് ഊന്നൽ ലഭിച്ചത്. ഇതിനിടയിൽ കരുവന്നൂരിലുണ്ടായതുപോലെയുള്ള ഒറ്റപ്പെട്ട ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം തട്ടിപ്പാണെന്ന പൊതുധാരണ സൃഷ്ടിക്കാനാണ് ശ്രമമുണ്ടായത്. സഹകരണ മേഖലയ്ക്ക് ഉണ്ടാകുന്ന ആഘാതം നാടിന്റെ സാധാരണ ജീവിതാവസ്ഥയെ ബാധിക്കുന്നതാണെന്ന ജാഗ്രത വേണമെന്ന് അന്നും സഹകാരികളെല്ലാം ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അത് ആരും ചെവിക്കൊണ്ടില്ല. സംസ്ഥാനത്തെ 4-1 സഹകരണ സംഘങ്ങളും നഷ്ടത്തിലാണ്. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ: സാമ്പത്തിക മാന്ദ്യം. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മാത്രം ചർച്ച ചെയ്തപ്പോൾ നാടിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാകുന്ന ശോഷണം പരിഗണിക്കപ്പെട്ടതേയില്ല. 4 വർഷമായി അതിന്റെ ആഘാതം കുറച്ചത് സഹകരണ മേഖലയിലെ ഫണ്ട് കൊണ്ട് മാത്രമായിരുന്നു. ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുത്തു. KSRTC പെൻഷനും കൃത്യമായി നൽകി. ഇതിനെല്ലാം സഹകരണ സ്ഥാപനങ്ങൾ പണം നൽകി. ഇപ്പോൾ സഹകരണ സംഘങ്ങൾക്ക് പണം നൽകാൻ കഴിയാത്ത സ്ഥിതി വന്നതോടെ എല്ലാം മുടങ്ങി. സഹകരണ സംഘങ്ങളിൽ വായ്പയ്ക്ക് തിരിച്ചടവ് വരുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ ആരും, സർക്കാർ പോലും മിണ്ടിയില്ല. വായ്പകളിൽ 50% കുടിശ്ശികയായ സംഘങ്ങൾ ഏറെയുണ്ട് കേരളത്തിൽ. ഇത് സംഘങ്ങളുടെ വീഴ്ചയായി അവതരിപ്പിക്കാനായിരുന്നു ശ്രമം. എന്നാൽ കർഷകരുടെയും സാധാരണക്കാരുടെയും തിരിച്ചടവ് ശേഷിയും വാങ്ങൽ ശേഷിയും ഇല്ലാതാകുന്ന വിധം വരുമാന ശോഷണം ഉണ്ടായതാണ് ഇതിന് കാരണമെന്ന് തിരിച്ചറിയാൻ ആരും ശ്രമിച്ചില്ല. നെൽ കർഷകർക്ക് സംഭരിച്ച നെല്ലിന്റെ പണം പോലും സർക്കാരിന് കൊടുക്കാൻ ആകുന്നില്ല. കാർഷിക വിളകൾക്കെല്ലാം വിലയിടിഞ്ഞു. നാളികേര കർഷകർ പ്രതിസന്ധിയിലായി. പഴം പച്ചക്കറികൾക്ക് താങ്ങുവില നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും അതുപോലും കർഷകന് ഉറപ്പുവരുത്താനായില്ല. നിർമ്മാണ മേഖല സ്തംഭിക്കുന്ന സ്ഥിതിയിലായി. ഉള്ള തൊഴിലിൽ മറുനാടൻ തൊഴിലാളികൾ നിറഞ്ഞു. അവർക്ക് കിട്ടുന്ന പണം കേരളത്തിന്റെ വിപണിയിലേക്ക് എത്തിയതേയില്ല. ഇതെല്ലാം കേരളത്തെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിച്ചു. ആ മാന്ദ്യത്തിന്റെ പ്രതിഫലനമാണ് സഹകരണ സംഘങ്ങളിൽ നിഴലിച്ചു തുടങ്ങിയത്. കേരളം നേരിടുന്ന സാമ്പത്തിക മാന്ദ്യത്തിന്റെ ചിത്രമാണ് 3-ാം വഴി മാസികയുടെ ഫെബ്രുവരിയിലക്കം അവതരിപ്പിക്കുന്നത്. ഇത്ര സമഗ്രമായും ഗൗരവത്തോടെയും ഈ വിഷയത്തെ ഇതുവരെ ഒരു മാധ്യമവും കൈകാര്യം ചെയ്തിട്ടില്ല. സഹകരണ മേഖലയെ ബാധിച്ചത് കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭവിക്കുന്ന ആഘാതമാണെന്ന് ഈ ലേഖനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിലെ പ്രാദേശിക ധനകാര്യ സ്ഥാപനങ്ങളാണ് സഹകരണ സംഘങ്ങൾ. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ആ സംഘങ്ങളിൽ പ്രതിഫലിക്കുക. ഇനിയെങ്കിലും ഇത് തിരിച്ചറിഞ്ഞ് ഇടപെടാനായില്ലെങ്കിൽ കേരളം അതിഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകും. സഹകരണ സംഘങ്ങളിലൂടെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ് വേണ്ടത്. ജാഗ്രതയോടെയുള്ള ഇടപെടലും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുള്ള നടപടികളും ഉണ്ടാകണം. അത് സർക്കാരും സഹകാരികളും ഉൾക്കൊണ്ടില്ലെങ്കിൽ നേരിടേണ്ടി വരുന്നത് സാമ്പത്തിക മാന്ദ്യത്തിന്റെ രൂക്ഷമായ പ്രത്യാഘാതമായിരിക്കും.